പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കുറിച്ച് എൻ്റെ വക സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM വലിയൊരു പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ ഈറ്റില്ലമായ കൊല്ലത്ത് പോലും CPM അമ്പയെ പരാജയപ്പെട്ട അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP തിരുവനന്തപുരത്ത് നേട്ടമുണ്ടാക്കിയെങ്കിലും അവരുടെ പാലക്കാട് അവർക്ക് ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. UDF സംബന്ധിച്ച് അവർക്ക് ഗവൺമെൻറ്റിനെതിരായ ഈ നമ്മളെ സ്വർണ്ണപ്പാളി വിഷയം, അതുപോലെ PM ശ്രീ വിഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അനുകൂലമായി ഭവിച്ചിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാർ നല്ല നിലയിൽ ഉള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെങ്കിൽ താരതമ്യേന വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നാം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിൽ നാം എടുത്തു പറയേണ്ട മറ്റൊരു രാഷ്ട്രീയ പാർട്ടി SDPI ആണ്. SDPI മികച്ച പ്രകടനമാണ് ഈ UDF തരംഗത്തിനിടയിലും SDPI കാഴ്ചവെച്ചിട്ടുള്ളത്. SDPI 2 കോർപ്പറേഷനിൽ അവർക്ക് അംഗങ്ങളെ ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ 102ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ അംഗങ്ങൾ ഉണ്ടാക്കാൻ SDPIക്ക് സാധിച്ചു. എടുത്തു പറയേണ്ടത് നമ്മുടെ അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത്. അവിടെ കഴിഞ്ഞ തവണ 4 സീറ്റായിരുന്നത് ഇപ്രാവശ്യം 6ലേക്ക് ഉയർത്തി. അതുപോലെ പാലക്കാട്ട് ഓങ്ങല്ലൂർ പഞ്ചായത്ത്, നമ്മുടെ ഷാഫിയുടെയൊക്കെ പഞ്ചായത്താണ്. അവിടെ ഷാഫിയുടെ വാർഡിലടക്കം SDPI ആണ് വിജയിച്ചിരിക്കുന്നത്. അവിടെയും മിന്നും പ്രകടനമായിരുന്നു SDPI കാഴ്ചവെച്ചത്. മറ്റൊരു പഞ്ചായത്ത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത്. അവിടെയും മികച്ച പ്രകടനമാണ് SDPI കാഴ്ചവെച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും ഈ പ്രാവശ്യം ഗംഭീര മുന്നേറ്റമാണ് SDPI നടത്തിയിരിക്കുന്നത്. തലശ്ശേരി നഗരസഭയിലും SDPI അക്കൗണ്ട് തുറന്നു. അതുപോലെ കണ്ണൂർ കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറക്കുകയുണ്ടായി. മികച്ച പ്രകടനമാണ് SDPI ഈ പ്രാവശ്യം കാഴ്ചവെച്ചിട്ടുള്ളത്. SDPIക്ക് ഇതൊന്നുമായിരുന്നില്ല ഈ സീറ്റ് കിട്ടേണ്ടിയിരുന്നത്. SDPI കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകളിൽ വളരെ ആസൂത്രിതമായി അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇടത് വലത് BJP കക്ഷികൾ ക്രോസ് വോട്ട് ചെയ്ത് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ തവണ SDPIക്ക് കിട്ടിയിരുന്ന പല വാർഡുകളും ഈ പ്രാവശ്യം നഷ്ടപ്പെടാൻ ഇടയായത്. അത് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ പത്തനംതിട്ടയിൽ തന്നെ. കഴിഞ്ഞ തവണ 3 സീറ്റ് ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് ഈ പ്രാവശ്യം SDPIക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അവിടെ ഈ ഒരു പ്രക്രിയയാണ് അവിടെ നടന്നിട്ടുള്ളത്. അവിടെ മാത്രമല്ല, എല്ലായിടത്തും ഷുവർ സീറ്റുകളിൽ SDPIയെ ബോധപൂർവം പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റുള്ളവർ ക്രോസ് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. എങ്കിലും SDPIയെ ജനങ്ങൾ കൈവിട്ടിട്ടില്ല. SDPIക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുതിയ സീറ്റുകൾ ലഭ്യമാവുകയുണ്ടായി. ഈ മറ്റുള്ള മുന്നണികളുടെ ഈ വഞ്ചനാപരമായ രാഷ്ട്രീയം ഇല്ല എങ്കിൽ ഇതൊന്നുമായിരുന്നില്ല സ്ഥിതി. SDPI വളരെ ഒരു 250 സീറ്റ് എങ്ങനെയായാലും പിടിക്കുമായിരുന്നു. 1-2 പഞ്ചായത്തിലും തന്നെയും ഭരണം പിടിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ഇനി 2030 ആകുമ്പോഴേക്കും നിശ്ചയമായും SDPIക്ക് ഇതൊന്നും ആയിരിക്കില്ല, വളരെ വലിയ ഒരു മുന്നേറ്റം തന്നെയായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ആരെന്ത് കളി കളിച്ചാലും അടുത്ത 2030 ആകുമ്പോഴേക്ക് SDPIക്ക് MLA മാരും ഉണ്ടാവും. അതുപോലെ തദ്ദേശത്തിൽ
നല്ല സ്വാധീന ശക്തിയുള്ള പാർട്ടിയായി SDP വളരുമെന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല. കൂടുതലൊന്നും പറയാനില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് എവരി വൺ. ഗുഡ് ബൈ. താങ്ക് യു.